ഈശോയോടൊപ്പം നമുക്ക് കാൽവരിയെ ധ്യാനിക്കാം. അപ്പത്തിൻ്റെ ഭവനമായ ബെത്ലഹേമിൽ ജനിച്ച അന്നു മുതൽ ക്രിസ്തു ഒരുങ്ങിയത് കാൽവരിക്ക് വേണ്ടിയായിരുന്നു. ശപിക്കപ്പെട്ട ഇടം എന്ന നിലയിൽ നിന്നാണ് വിശുദ്ധിയുടെ ബലിപീഠമായി കാൽവരി വളർന്നതും ഉയർന്നതും. എല്ലാം പൂർത്തിയാകുന്നത് കുരിശിൽ തറയ്ക്കപ്പെടുമ്പോഴാണ്. ജെറൂസലേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തവനാണ് ക്രിസ്തു. ജെറൂസലം എന്നത് ക്രിസ്തു രഹസ്യങ്ങളുടെ സ്ഥലമാണ്. ക്രിസ്തു രഹസ്യം എന്നാൽ ഈശോയുടെ പീഡാസഹനം, മരണം, ഉത്ഥാനം. ജനനത്തിൽ ഒരു ബലിയുടെ അടയാളമുണ്ടായിരുന്നു. അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് തെർത്തുല്യൻ എന്ന് പറയുന്ന സഭാപിതാവാണ്. ഈശോ ജനിച്ചപ്പോൾ സ്വർഗീയ ദൂതന്മാരുടെ ഗീതവും സന്ദേശവും ഭൂമിയിൽ മനുഷ്യവർഗത്തിന് ശാന്തി. ചിത്രകാരന്മാരുടെ ഭാവനയിൽ ഉണ്ണീശോയെ ചിത്രീകരിക്കുമ്പോൾ ആ ശിരസിന് ചുറ്റും ഒരു പ്രകാശ വലയം ചിത്രകാരന്മാർ രൂപപ്പെടുത്തി. തെർത്തുല്യൻ പിതാവ് പറയുക, ആ പ്രകാശത്തിൻ്റെ വലയം കാൽവരിയിൽ കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടപ്പോൾ ഈശോയുടെ ശിരസിൽ വച്ചുകൊടുത്ത മുൾമുടിക്ക് സമാനമായിരുന്നു എന്നാണ്. എന്ന് പറയുമ്പോൾ ഈശോയുടെ ജനനത്തിൽ ഒരു ബലിയുണ്ടായിരുന്നു. ആ ബലി പൂർത്തിയാക്കാൻ അവൻ ജീവിച്ചു, അവൻ സഹിച്ചു, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി. പ്രിയപ്പെട്ടവരെ, കാൽവരി വിശുദ്ധിയുടെ സ്ഥലമാണെങ്കിൽ, പൂർണ്ണതയുടെ സ്ഥലമാണെങ്കിൽ, നമുക്കെല്ലാവരെയും കാൽവരിയിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കാം. അധാർമികതയുടെയും അസ്വസ്ഥതയുടെയും ഒക്കെ സ്വരമാണ് നമ്മൾ കൂടുതൽ കേൾക്കുക. നന്മയുടെ വാർത്തകളും നന്മയുടെ ജീവിതവും ഉണ്ട്, പക്ഷേ കുറഞ്ഞു പോകുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അത്രയും കാര്യമായിട്ട് കേൾക്കുന്നില്ല. എന്തെങ്കിലും ആകട്ടെ, വിശുദ്ധീകരിക്കാനൊരിടമുണ്ട്, വിശുദ്ധീകരിക്കാനൊരു വ്യക്തിയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പരാജയപ്പെടരുത്, നിരാശപ്പെടരുത്. കാൽവരിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കാം, ലോകത്തെ ചേർത്ത് വയ്ക്കാം, ലോക ജനതയെ ചേർത്ത് വയ്ക്കാം. അവിടെ രക്ഷയുണ്ട്, അവിടെ സഹനമുണ്ട്, അവിടെ ത്യാഗമുണ്ട്, അവിടെ ഉത്ഥാനമുണ്ട്. കാൽവരിയെ ധ്യാനിച്ച് കാൽവരിയുടെ ചൈതന്യത്തിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കുരിശെടുത്തുകൊണ്ട് കാൽവരിയിലേക്ക് യാത്ര ചെയ്യാം. ക്രൂശിതൻ്റെ വചനം കേൾക്കാം, ക്രൂശിതനോട് ചേർന്ന് ജീവിക്കാം. പ്രാർത്ഥനയോടെ
നീഹാരമുതിരുമീ ഏകാന്ത സന്ധ്യയിൽ ഒരു ഹിമപക്ഷി പോൽ ഞാനിരുന്നു. നീഹാരമുതിരുമീ ഏകാന്ത സന്ധ്യയിൽ ഒരു ഹിമപക്ഷി പോൽ ഞാനിരുന്നു. നിത്യവും നിന്നെ നിനച്ചു ഞാൻ യേശുവേ, നിത്യവും നിന്നെ നിനച്ചു ഞാൻ യേശുവേ. ക്രൂശിൽ പിടഞ്ഞോരൻ സ്നേഹിതനേ, ക്രൂശിൽ പിടഞ്ഞോരൻ സ്നേഹിതനേ. നീഹാരമുതിരുമീ ഏകാന്ത സന്ധ്യയിൽ ഒരു ഹിമപക്ഷി പോൽ ഞാനിരുന്നു. നെഞ്ചു പിളർന്നു വിതുമ്പിയോ കാൽവരി, ഇരുണ്ടുവോ വിണ്ടലം വിറങ്ങലിച്ചോ. നെഞ്ചു പിളർന്നു വിതുമ്പിയോ കാൽവരി, ഇരുണ്ടുവോ വിണ്ടലം വിറങ്ങലിച്ചോ. അന്നു നീ എൻ മുഖം നെഞ്ചിൽ മറച്ചുവോ, അന്നു നീ എൻ മുഖം നെഞ്ചിൽ മറച്ചുവോ. എൻ ശാപ പാപവും നോവുകളും നീഹാരമുതിരുമീ ഏകാന്ത സന്ധ്യയിൽ ഒരു ഹിമപക്ഷി പോൽ ഞാനിരുന്നു. നീഹാരമുതിരുമീ ഏകാന്ത സന്ധ്യയിൽ ഒരു ഹിമപക്ഷി പോൽ ഞാനിരുന്നു. പെറ്റമ്മ പോലും മറന്നൊരി പാപിയെ ഹൃത്തിൽ ചുമന്നു നീ ക്രൂശിൽ പിടഞ്ഞുവോ. പെറ്റമ്മ പോലും മറന്നൊരി പാപിയെ ഹൃത്തിൽ ചുമന്നു നീ ക്രൂശിൽ പിടഞ്ഞുവോ. മറക്കുകില്ലെൻ മനം പൂക്കുമി കാൽവരി, മറക്കുകില്ലെൻ മനം പൂക്കുമി കാൽവരി. വിരിയുന്നു തിരുനീണം സ്നേഹപുഷ്പങ്ങളായി. നീഹാരമുതിരുമീ ഏകാന്ത സന്ധ്യയിൽ ഒരു ഹിമപക്ഷി പോൽ ഞാനിരുന്നു.
നീഹാരമുതിരുമീ ഏകാന്ത സന്ധ്യയിൽ ഒരു ഹിമപക്ഷി പോൽ ഞാനിരുന്നു. നിത്യവും നിന്നെ നിനച്ചു ഞാൻ യേശുവേ, നിത്യവും നിന്നെ നിനച്ചു ഞാൻ യേശുവേ. ക്രൂശിൽ പിടഞ്ഞോരൻ സ്നേഹിതനെ, ക്രൂശിൽ പിടഞ്ഞോരൻ സ്നേഹിതനെ. നീഹാരമുതിരുമീ ഏകാന്ത സന്ധ്യയിൽ ഒരു ഹിമപക്ഷി പോൽ ഞാനിരുന്നു. നീഹാരമുതിരുമീ ഏകാന്ത സന്ധ്യയിൽ ഒരു ഹിമപക്ഷി പോൽ ഞാനിരുന്നു. ബലഹീനത ആധിപത്യം പുലർത്തുമ്പോൾ എല്ലാ മനുഷ്യരും ഒരിക്കൽ പത്രോസിനെ പോലെയാകും. അതുകൊണ്ട് ബലഹീനതകൾ ആധിപത്യം പുലർത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞത് ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞതല്ല. യൂദാസ് ആലോചിച്ച് ഉറച്ചാണ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നത്. പത്രോസ് അങ്ങനെയല്ല, പറഞ്ഞു പോയതാണ്. ആ സമയത്ത് അങ്ങനെ അങ്ങ് പറഞ്ഞു. കൂടെയുള്ളവരെയും പ്രകൃതിയെയും ഒക്കെ ഒരു നിമിഷം പത്രോസ് ഭയപ്പെട്ടു പോയി. ഭയപ്പെടരുത്, ഞാൻ കൂടെയില്ലേ എന്നുള്ള വചനവും പത്രോസ് എവിടെയോ അല്പസമയത്തേക്ക് മറന്നുപോയി. പത്രോസ് തള്ളിപ്പറയുന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ സഞ്ചരിച്ചാൽ ഈശോ കുരിശു മരിക്കുന്നതിന് മുൻപ് കിടന്ന ഒരു സ്ഥലത്ത് നമ്മളെത്തും. വിശുദ്ധ നാട് സന്ദർശിക്കുന്നവർക്കത് മനസ്സിലാക്കാൻ കഴിയും. പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞു. അതിനുശേഷം ഈശോയെ കരങ്ങളും കാലുകളും ബന്ധിച്ച് ഒരു ചെറിയ ഗുഹയിലൂടെ താഴേക്ക് ഇറക്കുകയാണ്. ഒരു മനുഷ്യന് മാത്രം കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു രാത്രി മുഴുവൻ നമ്മുടെ കർത്താവ് ചിലവഴിച്ചു. ആരുമില്ലാതെ, കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെ തള്ളിപ്പറയുന്നുവോ അവരുടെയൊക്കെ അവസ്ഥ ഇതാ. നമുക്ക് വേണ്ടി ചലിച്ച കൈകളും നമുക്ക് വേണ്ടി നടന്ന കാലുകളും നമ്മൾ ബന്ധിക്കുകയാണ്. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ആരെയും തള്ളിപ്പറയരുത്, ആരെയും ഒറ്റുകൊടുക്കരുത്. എല്ലാവരും നല്ലവരാണ്, എല്ലാവരിലും നന്മയുണ്ട്. നമുക്ക് വേണ്ടി എത്ര പേര് കഷ്ടപ്പെട്ടു, അപ്പനും അമ്മയും സഹോദരങ്ങളുമൊക്കെ. എന്നിട്ട് ആ അപ്പനെയും അമ്മയും നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടില്ലേ, ഉപദ്രവിച്ചിട്ടില്ലേ, വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിട്ടില്ലേ? അപ്പോഴൊക്കെ നിലവിളിക്കുന്ന ഒരു ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്, നിന്റെ ഹൃദയത്തിലുണ്ട്. തിരിച്ചു വരാം, ആരെയും തള്ളിപ്പറയാതെ.
ആരെയും ഉപേക്ഷിക്കാതെ. ഓർക്കുക, തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഈശോ ഒന്ന് നോക്കുന്നുണ്ട്. കുറ്റബോധത്തിൻ്റെ മുള്ള് ഈശോ ഇങ്ങനെ അങ്ങ് പറിച്ചെടുക്കുകയാണ്. ആ വേദന കൊണ്ടാവാം പത്രോസ് കരഞ്ഞു പോയത്. എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ വീഴ്ചകളോ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടരുത്. പ്രതീക്ഷയോടെ അവനെ ഒന്ന് നോക്കിയാൽ മതി, അവൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി. രക്ഷ ഉറപ്പാണ്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. ശിമയോൻ കേണു അരുതേ ഗുരുവേ, കരുണയെഴും മിഴികളുയർത്തി ഇനി എന്നെ നോക്കരുതേ, ഇനി എന്നെ നോക്കരുതേ. ശിമയോൻ കേണു അരുതേ ഗുരുവേ, കരുണയെഴും മിഴികളുയർത്തി ഇനി എന്നെ നോക്കരുതേ, ഇനി എന്നെ നോക്കരുതേ. അന്ന് പണ്ടൊരു സന്ധ്യാനേരത്ത് ഗലീലിയായിൽ വന്നെന്നെ വിളിച്ചു. അന്ന് പണ്ടൊരു സന്ധ്യാനേരത്ത് ഗലീലിയായിൽ വന്നെന്നെ വിളിച്ചു. സമരിയായിലും യെരൂശലേമിലും പ്രിയ ശിഷ്യനായി ഞാൻ കൂടെ നടന്നു. ഗത്സമേനിയിൽ ചോര വിയർത്തപ്പോൾ ഒരു നാഴിക പോലും ഉണർന്നിരുന്നില്ല ഞാൻ. അരുതേ ഗുരുവേ, ഇനി എന്നെ നോക്കരുതേ, കരുണയെഴും മിഴികളുയർത്തി ഇനി എന്നെ നോക്കരുതേ.
ഇനി എന്നെ നോക്കരുതേ. ഇന്ന് രാത്രി തൻ അന്ത്യയാമങ്ങളിൽ കരളു പിളർന്നു നീ ഏകനായി നിന്നപ്പോൾ, ഇന്ന് രാത്രി തൻ അന്ത്യയാമങ്ങളിൽ കരളു പിളർന്നു നീ ഏകനായി നിന്നപ്പോൾ, ദൂരയാമലയിൽ പുലരി പിറന്നപ്പോൾ, മൂന്നാം വട്ടവും കോഴി കൂവിടുമ്പോൾ, ദൂരയാമലയിൽ പുലരി പിറന്നപ്പോൾ, മൂന്നാം വട്ടവും കോഴി കൂവിടുമ്പോൾ, പീലാത്തോസിൻ അരമനവാതിൽക്കൽ നിന്നെ അറിയില്ല എന്നു ഞാൻ ഒഴിഞ്ഞു. അരുതേ ഗുരുവേ, ഇനി എന്നെ നോക്കരുതേ. ഹൃദയമുരുകുമാ വദനമുയർത്തി ഇനി എന്നെ നോക്കരുതേ. ഇനി എന്നെ നോക്കരുതേ. ശിമയോൻ കേണു അരുതേ ഗുരുവേ. കരുണയെഴും മിഴികളുയർത്തി ഇനി എന്നെ നോക്കരുതേ. ഇനി എന്നെ നോക്കരുതേ. ശിമയോൻ കേണു അരുതേ ഗുരുവേ. കരുണയെഴും മിഴികളുയർത്തി ഇനി എന്നെ നോക്കരുതേ. ഇനി എന്നെ നോക്കരുതേ. കരുണയുടെ മിഴികൊണ്ട് കർത്താവ് നോക്കുമ്പോൾ ആരാണ് തൻ്റെ പാപകുറ്റകൃത്യങ്ങൾ ഉപേക്ഷിക്കാത്തത്? ഒരു നോട്ടം കൊണ്ട് പത്രോസ് വലിയ വിശുദ്ധിയുടെ സ്ഥാനത്തേക്ക് ഉയരുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മഭീതി നാശത്തിലേക്ക് നമ്മളെ വഴി നടത്തും. ഭയപ്പെടേണ്ട. തെറ്റും കുറ്റങ്ങളും ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഈ കാൽവരി നമുക്ക് നൽകുന്നുണ്ട്. അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച പാടുപീഡകളെ ധ്യാനിക്കാനും ആ പാടുപീഡകളോട് ചേർന്ന് നിൽക്കാനും നമുക്ക് കഴിയട്ടെ. കാൽവരി നൽകുന്ന ആശ്വാസവും കാൽവരി തരുന്ന സന്തോഷവും സമാധാനവും നമുക്ക് സ്വന്തമാക്കാം. അനേകരെ ഈ ഒരു കാൽവരി അനുഭവത്തോട് ചേർത്തു നിർത്തി കർത്താവിൻ്റെ
കരുണ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. പീഡാസഹനം ഒരു ഓർമ്മ മാത്രമല്ല, അതൊരനുഭവമാണ്. ആ അനുഭവം എൻ്റെ ജീവിതത്തോട് ചേർത്ത് നിൽക്കുമ്പോൾ ഞാൻ ധന്യനായി, എൻ്റെ കുടുംബവും എൻ്റെ സമൂഹവും ഒക്കെ കൃപാവരത്താൽ നിറയുകയായി. പ്രാർത്ഥിക്കാം. നീഹാരമുതിരുമീ ഏകാന്ത സന്ധ്യയിൽ ഒരു ഹിമപക്ഷി പോൽ ഞാനിരുന്നു. നീഹാരമുതിരുമീ ഏകാന്ത സന്ധ്യയിൽ ഒരു ഹിമപക്ഷി പോൽ ഞാനിരുന്നു. നിത്യവും നിന്നെ നിനച്ചു ഞാൻ യേശുവേ, നിത്യവും നിന്നെ നിനച്ചു ഞാൻ യേശുവേ. ക്രൂശിൽ പിടഞ്ഞോരൻ സ്നേഹിതനെ